നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വിദഗ്ധ തൊഴിലാളികൾക്ക് രാജ്യത്തേക്ക് കുടിയേറുന്നത് എളുപ്പമാക്കുന്നതിനായി കുടിയേറ്റ നയം പരിഷ്കരിച്ച ഡെൻമാർക്ക്. ഈ മാറ്റങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ട്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച അർമേനിയയും. ഇതോടെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന 149ാമത്തെ രാജ്യമായി അർമേനിയ മാറി. സൈനികാക്രമണത്തിൽ പരിക്കേറ്റ ഫലസ്തീൻകാരനെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച ഇസ്രയേലിന്റെ ക്രൂരത. വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ നടത്തിയ റെയ്ഡിനിടെ പരിക്കേറ്റ മുജാഹിദ് ആസ്മി എന്ന സാധാരണക്കാരനോടാണ് ഇസ്രയേൽ ക്രൂരത കാട്ടിയത്. ഗസ സിറ്റിയിലെ അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിലും തൂഫയിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ശനിയാഴ്ച 42 പേർ മരിച്ചു. ഷാത്തിയിൽ 24 പേരും തൂഫയിൽ 18 പേരുമാണ് മരിച്ചത്. ഗസയിലെ ഇസ്രയേൽ അധിനിവേശത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും പ്രതിഷേധ ചൂടറിഞ്ഞ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 10,000 പങ്കെടുത്ത പ്രകടനം കഴിഞ്ഞ ദിവസം തെല്ലവീവിൽ നടന്നു. ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ GST പരിധിയിൽ നിന്ന് ഒഴിവാക്കി. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി, വിശ്രമമുറി, ക്ലോക്ക് റൂം എന്നീ സേവനങ്ങളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് PG പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് ABVPയും SFIയും രംഗത്ത്. പരീക്ഷാ ക്രമക്കേട് കേസ് അന്വേഷണം CBIക്ക് വിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര ധനമന്ത്രാലയം വിളിച്ച യോഗത്തിന് ശേഷം കേരള ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ BJPയെ പിന്തുണച്ചവർ ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ BJP സീറ്റ് നേടിയത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ വമ്പന്മാരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ. 21 റൺസിനാണ് അഫ്ഗാനിസ്ഥാന്റെ വിജയം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.